ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുസംക്രമണത്തിന്റെ ഫലമായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച വെളുപ്പിന് 3:21 മേടവിഷു സംക്രമണം. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത്. അതിനാൽ ചോതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും. എന്നാൽ പക്ഷിമൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും. വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും. ശത്രു രാജ്യങ്ങൾ മിത്രങ്ങളാകാം. അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും. നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം. അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി, ഭീതി ഇവയുണ്ടാകാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ദ്രൻ ദേവതയും വായു ഭൂതവുമായുള്ള തൃക്കേട്ട നക്ഷത്ര ജാതർ അധ്വാനശീലരും കർമ്മനിരതരും ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. കഷ്ടപ്പെടുന്നവരെ സദാ സഹായിക്കാൻ സന്നദ്ധരാകുന്ന ഇവർ ക്ഷിപ്രകോപികളുമാണ്. ഒരു തൊഴിലിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരല്ല. ഒരു ജീവിതശൈലി വിട്ട് മറ്റൊന്ന് സ്വീകരിക്കാനും ഒരു മടിയില്ലാത്തവരാണ്. ഏത് സാഹചര്യമാണെങ്കിലും അതുമായി ഇഴകിച്ചേരാൻ ഇവർക്കറിയാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വാക് സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇവർ നിർബന്ധ ബുദ്ധി നിയന്ത്രിക്കേണ്ടതാണ്. മകം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് പുതിയതോ അതല്ലെങ്കിൽ ഒന്നിലധികമോ ആയ വരുമാന മാർഗം കൈവരും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. ഗൃഹം മോടി പിടിപ്പിക്കാനും പുതുവാഹനം വാങ്ങാനും സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. രോഗികൾക്ക് ചികിത്സാ രീതികൾ മാറുന്നതുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടും. തൊഴിലിൽ സ്വയം നവീകരിക്കുന്നതിനോടൊപ്പം കാലോചിതമായ മാറ്റങ്ങളും കൊണ്ടുവരും. ബിസിനസ്സിൽ മനുഷ്യവിഭവശേഷി കൂടുതൽ പ്രയോജനപ്പെടുത്തും. ഗൃഹാന്തരീക്ഷം അനൈക്യങ്ങളും അസ്വസ്ഥതകളും ഒഴിഞ്ഞ് ശാന്തമാകുന്നതാണ്. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാൻ ഇടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയസാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസം ആഗ്രഹിച്ച വിഷയത്തിൽ നടത്താനാകും. ഗവേഷകർക്ക് തങ്ങളുടെ പ്രബന്ധം സമർപ്പിക്കാനും അതുവഴി മേൽതസ്തികകളിൽ പ്രവേശിക്കാനും അവസരം ലഭിക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങൾക്ക് അനുകൂലമായ തീർപ്പുകൾ വന്നുചേരും. പിതൃസ്വത്ത് ലഭിക്കാൻ ഇടയാകുകയും മകം നക്ഷത്രക്കാരുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി ലഭിക്കുന്നതിനോ ജോലി മാറ്റം ലഭിക്കുന്നതിനോ ഇടയാകുകയും ചെയ്യും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും.
ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സമൂഹത്തിൽ അംഗീകാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സൽകീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. മത്സരം, കലഹം, തർക്കം, രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയം നേടാൻ ഇടയാകും. സെക്യൂരിറ്റി, സർക്കാർ സേവനം, പത്രലേഖകൻ, റേഡിയോ ടെലിവിഷൻ കലാകാരൻ, ചാരൻ, കപ്പൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലമാർഗ സേവനം, ഫോറസ്റ്റ് ഓഫീസർ, ആർമി, ടെലികമ്മ്യൂണിക്കേഷൻ, സർജൻ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്.